മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ച് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPIM മുൻ നേതാവുമായ ജി സുധാകരൻ. ധർമ്മടമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ജയിക്കുന്നത്. അവിടെ ആര് നിന്നാലും ജയിക്കും. ആലപ്പുഴയല്ല കണ്ണൂരെന്നും ജി സുധാകരൻ. 9ാം തവണയാണ് മുഖ്യമന്ത്രി മത്സരിക്കുന്നത്. എന്നിട്ടാണ് തനിക്ക് പാർലമെന്ററി വ്യാമോഹമെന്ന് പറയുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. UDF ജനറൽ ബോഡി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ജി സുധാകരൻ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രികളെ പറഞ്ഞെന്നാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു. അവിടെ തോക്കത്തില്ലാരും. ആ സീറ്റ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ജയിച്ചത്. കണ്ണൂരിന്റെ പ്രത്യേകത ആലപ്പുഴ പോലല്ല. നേതാക്കന്മാർക്ക് ജയിക്കാൻ 6 സീറ്റ് ഉണ്ടാക്കി വിട്ടുക. 30,000 മുതൽ 70,000 വരെ അറിയാവും. അവിടെ 6 സീറ്റ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തളിപ്പറമ്പ്, കൂട്ടുപറമ്പ് ഇതെല്ലാം നേതാക്കന്മാർക്ക് മത്സരിക്കാൻ പയ്യന്നൂർ. ചെറ്റ പരാമർശത്തിൽ മുഖ്യമന്ത്രിക്ക് സുധാകരന്റെ മറുപടി. പാവപ്പെട്ടവന്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഞാൻ പറയുന്നില്ല, ആദരണീയനായ അദ്ദേഹത്തെ ഞാനൊന്നും പറയുന്നില്ല എന്ന് നിങ്ങളെ കൂട്ടുന്ന ചെറുക്ക പരാതി ഞാനൊന്നും പറയുന്നത്. അതെന്റെ ഗുരുത്വമാണ്. എന്റെ ഗുരുത്വം വിമർശിക്കും. പക്ഷേ ഞാൻ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓണാട്ടുകാർ ഇവിടെയും കാണും ചെറ്റപ്പുര എന്നൊരു പ്രയോഗം. ചെറ്റപ്പുര, ചെറ്റക്കുടിൽ. പാവപ്പെട്ടവന്റെ വീടാണത്. അടിസ്ഥാന വർഗത്തിന്റെ പെരയാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. വിവരങ്ങൾ നൽകാനായി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, മുഖ്യമന്ത്രിക്കുള്ള മറുപടി കൃത്യമായി തന്നെ രൂക്ഷമായ ഭാഷയിൽ പറയുകയാണ് ജി സുധാകരൻ. അമൃത, അത് മുഖ്യമന്ത്രിക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ്. പക്ഷേ അത് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ അല്ലെങ്കിൽ UDFന്റെ ഒരു ഇന്റേണൽ യോഗത്തിൽ ഒതുങ്ങി നിന്ന മറുപടിയായിരുന്നു. അതിനകത്ത് നിന്ന് പുറത്തു വന്ന വീഡിയോയിലൂടെ അതിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരസ്യമായ മറുപടി എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. ആ യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ ജി സുധാകരൻ മുഖ്യമന്ത്രിയുടെ ചെറ്റ പരാമർശത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പരാമർശം നടത്തേണ്ടി വന്നത് ചോദ്യത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ യോഗത്തിനുള്ളിൽ അതിരൂക്ഷമായ വിമർശനം അതിൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തായാലും അതിൽ നടത്തിയ പരാമർശങ്ങൾ കടുത്ത രീതിയിൽ തന്നെയാണ്. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറയുന്ന ജി സുധാകരൻ തന്റെ പഴയകാല ജീവിതത്തെ കൂടി അതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. താനും കുടുംബവുമെല്ലാം ഈ ചെറ്റക്കുടലിൽ കഴിഞ്ഞവരാണ്, ചാണകം മെഴുകിയ തറയിൽ കിടന്നവരാണ് എന്നടക്കമുള്ള തന്റെ ഭൂതകാലം ജി സുധാകരൻ പറയുന്നുണ്ട്. അതായത് അടിസ്ഥാന വർഗത്തിന്റെ വീട് അല്ലെങ്കിൽ അവരുടെ കുടിയാണ് ചെറ്റ. അങ്ങനെ അത് ഒരു മോശം പദമായി തന്നെ ചെറ്റ എന്ന് വിളിച്ചതുകൊണ്ട് ഈ അടിസ്ഥാന വർഗത്തെ പോലും പിണറായി വിജയൻ അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ജി സുധാകരൻ അതിലൂടെ പറയുന്നത്. ഒപ്പം ഈ ചെറ്റ എന്ന വാക്കിന് ഒരു മോശമർത്ഥം ഒരു നിഘണ്ടുവിലുമില്ല. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല എന്നടക്കമുള്ള പരിഹാസവും കുറ്റപ്പെടുത്തലും ഈ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെയാണ് ഈ പാർലമെന്ററി വ്യാമോഹി എന്ന ജി സുധാകരനെ CPM നേതാക്കൾ നിരന്തരം അധിക്ഷേപിക്കുന്നതിനുള്ള മറുപടി മുഖ്യമന്ത്രിയെ ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി 9ാം തവണയാണ് മത്സരിക്കുന്നത്. ആ മത്സരിക്കുന്ന സീറ്റിന്റെ ഗുണം കൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. ധർമ്മടത്ത് ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും സുഖമായി ജയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ അദ്ദേഹം തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാർട്ടി യോഗത്തിനുള്ളിൽ പാർട്ടിക്കാർ മാത്രം കേൾക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയെ പരസ്യമായി അല്ലെങ്കിൽ അവർക്കിടയിൽ കുറ്റപ്പെടുത്തുകയും പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്ര രൂക്ഷമല്ലാത്ത രീതിയിൽ മയപ്പെടുത്തിയുള്ള പ്രതികരണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് അശ്വിനി സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഭരണത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്നത് പോലെ പാർട്ടിയുമായി തെറ്റി നിൽക്കുന്ന സമയത്തും പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് UDF പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ അത് അതൃപ്തി ഉണ്ടാക്കാനുള്ള കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു UDFന്റെ പരിപാടിക്ക് എത്തി ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത്. പക്ഷേ പുറത്തു നോക്കുകയാണെങ്കിൽ വളരെ മയമായി തന്നെയുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും അത് ആ തരത്തിൽ അദ്ദേഹം തുടക്കം മുതൽ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ പരാമർശങ്ങൾ അത്ര ഗുരുതരമായ തോതിൽ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാതെ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം അധികാരത്തിലെത്തിയാൽ സന്തോഷം എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അതൊന്നും പരിഗണിക്കാതെ ഇത്തരത്തിൽ ജി സുധാകരനെതിരെ കടുത്ത വിമർശനങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന ഇന്റർവ്യൂകളിലടക്കം നടക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല CPMന്റെ എല്ലാ നേതാക്കളും സമാനമായ രീതിയിൽ ജി
സുധാകരനെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളടക്കം കടന്നാക്രമിക്കുകയാണ്. ഇന്ന് ദുരാഗ്രഹി എന്ന പേര് വിളിച്ചാണ് എ വിജയരാഘവൻ ജി സുധാകരനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ പല യോഗങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന യോഗങ്ങളിൽ ഇത്തരത്തിൽ ജി സുധാകരനെതിരെ കടന്നാക്രമണം ഉണ്ടാകാറുണ്ട്. അതിൽ പലപ്പോഴും മറുപടി പറയാൻ ജി സുധാകരൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ പാർട്ടി യോഗത്തിനുള്ളിൽ നടത്തിയ പരാമർശം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ജി സുധാകരൻ സജീവമാണ്. പോസ്റ്റർ പ്രചരണമൊന്നും അദ്ദേഹം വ്യക്തിപരമായ നിലയിൽ നടത്തുന്നില്ല എന്നുള്ളെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ അത് കൃത്യമായ നിലയിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പോസ്റ്റർ പ്രചരണമൊപ്പം ക്യാമ്പയിനുകളടക്കം കൃത്യമായ നിലയിൽ UDF ക്യാമ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.